പൊന്നാനിയിലെ വോട്ട് ചോർച്ച ഗൗരവമായി പരിശോധിക്കുമെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. സംഘടനാ മിഷണറിക്ക് ദുർബലതയുണ്ടായി. പൊന്നാനിയിൽ BJPക്ക് വോട്ട് വർദ്ധിച്ചത് ഗൗരവമേറിയതാണ്. മലപ്പുറം ജില്ലയിൽ SDPI വെൽഫെയർ പാർട്ടികൾ പരസ്യമായി പ്രവർത്തിച്ചതാണ് ലീഗിന് ഗുണം ചെയ്തതെന്നും EN മോഹൻദാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. വിവരങ്ങളുമായി അഷ്കർ അലി. LDFിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് കുറഞ്ഞിട്ടില്ല. 52,000-ൽ 12,000 വോട്ട് വർദ്ധിച്ച് ആനുപാതികമായിട്ട് ആയോ ചോദിച്ചാൽ ആയിട്ടില്ല. എന്നാൽ ആ രൂപത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായി മലപ്പുറത്ത് എന്ന് പറയാൻ കഴിയില്ല. എന്നാലും ആനുപാതികമായ വോട്ടിൻ്റെ വർധനവിൽ ആനുപാതികമായ വർധനവ് എന്തുകൊണ്ടുണ്ടായില്ല എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ആ പോരായ്മയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഇടയാക്കിയ ഘടകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ലീഗിൻ്റെ അടിത്തറയിൽ ഒരു വിപുലീകരണം ഉണ്ടായതുകൊണ്ടാണ് ഈ വോട്ട് കൂടിയത് എന്നുള്ള വിലയിരുത്തലിൽ എത്തിക്കൂടാ. സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ആ പരിശോധനയിലേ കണ്ടെത്താൻ കഴിയുള്ളൂ. ഒറ്റ നോട്ടത്തിൽ പ്രാഥമിക പരിശോധനയിൽ മലപ്പുറത്തെ മണ്ഡലങ്ങളിലുണ്ടായ വോട്ട് വർധനവ് SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും അതുപോലുള്ള മുസ്ലിം സംഘടനകളുടെ പിന്തുണയുടെ ഭാഗമായിട്ടാണ്. അവർ വളരെ സജീവമായി, ലീഗിനേക്കാൾ സജീവമായി ഈ രണ്ട് പാർട്ടികളും ലീഗിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അന്ന് ഫീൽഡിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പൊന്നാനിയിൽ ഞങ്ങൾ ഗൗരവമേറിയ പരിശോധന നടത്തി പോകേണ്ടതുണ്ട്. കാരണം 10,000 വോട്ടാണ് വർദ്ധിച്ചതെങ്കിൽ പോലും അവിടെ UDFന്റെ വോട്ട് വർദ്ധിച്ചു. അതുപോലെ തന്നെ BJPയുടെ വോട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അഷ്കർ അലി. നോക്കൂ അഷ്കർ അലി, എല്ലാ മണ്ഡലങ്ങളിലും CPM പരിശോധന നടത്തിയേ തീരൂ. ഇപ്പോൾ തൃശ്ശൂരിലെ കാര്യം അല്പം മുമ്പ് MM ഹസൻ പറയുകയുണ്ടായി. അവിടെ CPM മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നുവെന്ന്. കായംകുളത്ത് അതുപോലെ തന്നെ ആലപ്പുഴയിലെ പല മണ്ഡലങ്ങളിലും 3-ാം സ്ഥാനത്ത് പോയിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും CPMന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് പൊന്നാനിയിലെയും മലപ്പുറത്തെയും കാര്യം ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ എന്ത് തിരുത്തലാണ് വരുത്തുക എന്നാണ് ജില്ലാ സെക്രട്ടറി മോഹൻദാസ് പറയുന്നത്? നികേഷ്, മുസ്ലിം ലീഗ് വലിയ ചരിത്ര ഭൂരിപക്ഷത്തിലേക്കാണ് മലപ്പുറത്തും പൊന്നാനിയിലും എത്തിയത്. സ്വാഭാവികമായും ഇടതുപക്ഷ വോട്ടുകളടക്കം വലിയ തോതിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ലഭിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് പ്രാഥമിക വിലയിരുത്തൽ. എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ UDF അനുകൂല തരംഗം ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും ഇത്തവണ അതിനപ്പുറത്തേക്ക് ചില വോട്ട് ചോർച്ച ഉണ്ടായി എന്നാണ് ഇപ്പോൾ പാർട്ടി തന്നെ പ്രാഥമികമായി നിരീക്ഷിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവമേറിയ പരിശോധന ഇപ്പോൾ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പൊന്നാനി മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പ്രധാനപ്പെട്ട കാര്യം, പൊന്നാനി മണ്ഡലത്തിൽ ഇത്തവണ 5% പോളിംഗ് കുറഞ്ഞിരുന്നു. പക്ഷേ ഈ കുറഞ്ഞ പോളിംഗ് അത് നേരത്തെ തന്നെ ഇടതുപക്ഷ വോട്ടുകളാണ് ചോർന്നത് എന്ന് നേരത്തെ തന്നെ നിരീക്ഷണമുണ്ടായിരുന്നു. അതിന് ശരിവെക്കുന്ന തരത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ശക്തമായ പ്രാതിനിധ്യമുള്ളത് പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലും തൃത്താലയിലുമാണ്. ഇതിൽ പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും 15,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ആ മണ്ഡലത്തിൽ തന്നെ ഈ അബ്ദുൾ സമദ് സമദാനിക്ക് ലഭിക്കുന്നത്. മാത്രമല്ല അതിൽ പൊന്നാനിയിൽ CPMന്റെ ശക്തി കേന്ദ്രങ്ങളായ പല ഭാഗത്തും ഇത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വലിയ തോതിൽ ലീഡ് ഉയർത്തുകയും ചെയ്തു. ഇതിന് പ്രധാന കാര്യമായി പറയുന്നത് CPM വോട്ടുകൾ, CPMന്റെ തന്നെ കേഡർ വോട്ടുകൾ പോലും പോൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അഥവാ KS ഹംസ എന്നുള്ള സ്ഥാനാർത്ഥിക്കെതിരെയും അതുപോലെ തന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രം KM ഹംസയ്ക്ക് നൽകിയതും ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും ഇതിൽ പലതരത്തിലുള്ള വിയോജിപ്പുകൾ പൊന്നാനിയിൽ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. ഇത്തരത്തിൽ പോളിംഗ് കുറഞ്ഞത് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള EN മോഹൻദാസ്. ഇത്തരത്തിൽ പോളിംഗ് കുറയാനുള്ള കാരണം അത് സംഘടനാ മിഷനറുടെ ദുർബലതയാണ് എന്നും CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇതേക്കുറിച്ച് പ്രത്യേകം പരിശോധിക്കാൻ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി തീരുമാനിച്ചിരിക്കുന്നത്. വരുന്ന 7-ാം തീയതി CPM ജില്ലാ സെക്രട്ടറി യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂക്ഷ്മ പരിശോധന നടത്തുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 14,000-ഓളം വോട്ടുകളുടെ വർധനയാണ് ഇത്തവണ പൊന്നാനിൽ BJPക്ക് ഉണ്ടായത്. ഇതിൽ സ്വാഭാവികം ലീഗ് തങ്ങളുടെ ഭൂരിപക്ഷം ഉയർത്തുമ്പോഴാണ് അതിനോടൊപ്പം തന്നെ BJP 15,000-ഓളം വോട്ട് വർദ്ധിപ്പിക്കുന്നത്. അതേസമയം ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ 1,500-ഓളം വോട്ടുകൾ കുറഞ്ഞു. മണ്ഡലത്തിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ട് പോലും പോളിംഗിലെ നേരിയ കുറവും അതിനോടൊപ്പം തന്നെ BJP അടക്കം വോട്ടർ വർദ്ധിപ്പിക്കുകയും ചെയ്തപ്പോൾ പോലും ഇടതുപക്ഷത്തിന് 1,500-ലധികം വോട്ട് കുറഞ്ഞു എന്നുള്ളതും വലിയ ഗൗരവമേറിയ വിഷയമായി തന്നെയാണ് ഇപ്പോൾ പാർട്ടി പരിഗണിക്കുന്നത്. ഇതിൽ CPMന്റെ തന്നെ ചില വോട്ടുകൾ ഇത്തരത്തിൽ BJPയിലേക്ക് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമിക ഘട്ടത്തിൽ പാർട്ടി വിലയിരുത്തുകയും ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് BJPക്ക് ലഭിച്ച വോട്ടിൽ കൂടി അത് ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കാൻ ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊന്നാനിലടക്കം ഒരുപക്ഷെ പാർട്ടി അച്ചടക്ക നടപടികളിലേക്ക് കടക്കുമെന്നുള്ള സൂചനയും ഈ ഘട്ടത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. നികേഷ്, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഷ്കർ അലി.